അനശ്വര രാജൻ്റെ ഒരു വെടിക്കെട്ട് പെർഫോമൻസ് ആയിരുന്നു. അനശ്വര രാജൻ അർജുൻ അശോകിനെ ഇടിച്ച് ചപ്പാത്തി പരുവാക്കുന്ന ഒരു അവസ്ഥ. റോമാഞ്ചത്തിലൊക്കെ നമ്മൾ കണ്ടുപോലെ തന്നെ അർജുൻ്റെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ശരിക്കും ജനങ്ങൾ കുറവായതുകൊണ്ട് പടത്തിൻ്റെ കാര്യത്തിൽ നാളെ പറയാനേ ഉള്ളൂ. പിന്നെ തീർച്ചയായിട്ടും കുടുംബത്തിനൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് പുണ്യാളൻ എന്ന് പറയുന്ന സിനിമ. പടം വന്നിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അനശ്വര രാജൻ്റെ ഒരു വെടിക്കെട്ട് പെർഫോമൻസ് ആയിരുന്നു. അനശ്വര രാജൻ അർജുൻ അശോകിനെ ഇടിച്ച് ചപ്പാത്തി പരുവാക്കുന്ന ഒരു അവസ്ഥ. ഭയങ്കര ത്രില്ലിങ് മൂവിയായിരുന്നു. ഒരു സ്ഥലവും ലാഗിങ് എന്ന് പറഞ്ഞ സാധനമില്ല. ഫാമിലിക്ക് വന്ന് കണ്ട് സന്തോഷിക്കാൻ പറ്റിയ അടിപൊളി മൂവി. നമ്മൾ ഒരു സിനിമ കാണുമ്പോഴും അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ടൈമാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വില. അപ്പോൾ നമ്മുടെ ആ ഒരു ടൈമിനൊരു സ്പെൻഡ് ചെയ്തതിനുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അത് കണ്ടിറങ്ങി എല്ലാവരുടെ മുഖത്തും ഉണ്ടായിരുന്നു. അഭിനയം വന്നിട്ട് പിന്നെ നമ്മുടെ ബാലു വർഗീസ് ആണെങ്കിലും അർജുൻ അശോക് ആണെങ്കിലും അനശ്വര ആണെങ്കിലും മത്സരിച്ച് അഭിനയിക്കുന്നുണ്ടായിരുന്നു. ചിരിക്കുന്നത് മാത്രം, കോമഡി മാത്രമല്ല, ത്രില്ലിങ്, കുറേ സസ്പെൻസ് ഉണ്ട്. നമ്മൾ ചിന്തിക്കും നമ്മൾ ഇങ്ങനെ ആവുമെന്ന് ചിന്തിക്കും, പക്ഷേ നമ്മളുടെ ചിന്താഗതിയെ മാറ്റിക്കൊണ്ടായിരുന്നു ക്ലൈമാക്സ്. ഉറപ്പായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടമാണ്. നമുക്ക് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാം ബാക്കിയുള്ളവരടുത്ത്. ഈ പടം ഒരു പ്രാവശ്യം കൂടെ കാണണം എന്നൊരു ത്വര നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. 150 രൂപ മുടക്കിയെന്ന് ഉള്ളതല്ല, ഇതിനകത്ത് അതിനേക്കാൾ ഉപരി ഒരു മെസ്സേജ് കൂടെ കൊടുക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരെ ചതിക്കാൻ പാടില്ല എന്നൊരു മെസ്സേജ് കൂടെ ഡയറക്ടർ കൊടുക്കുന്നുണ്ട്. പുണ്യാളൻ ഗ്യാരണ്ടിയുള്ള കള്ളനായിട്ട് വന്ന് അർജുൻ അശോക് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് പുണ്യാളനായി കാണിക്കുകയാണ്. അപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ഇറങ്ങിയ പടങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഈ പടം കുറച്ച് ഹൈപ്പ് തന്നെയാണ്. ഫാമിലിയായിട്ട് പിന്നെ വന്ന തീർത്തും അവർക്കൊരു നിരാശപ്പെടേണ്ട ഒരു അവസ്ഥ വരില്ല. ഫുൾ ഗ്യാരണ്ടി. ഓക്കെ, നല്ല എൻ്റർടൈനറാണ്. കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാം. അനശ്വരയും അർജുൻ അശോകൻ അഭിനയം പക്ക. ഇവർ രണ്ടുപേരെ പെർഫോമൻസ് തന്നെയാണ്. ഫാൻറ്റസിയാണ്, കണ്ടിരിക്കാം. അതുപോലെ തന്നെ അർജുൻ അശോകൻ പൊളിയാണ്. റോമാഞ്ചത്തിലൊക്കെ നമ്മൾ കണ്ടുപോലെ തന്നെ അർജുൻ്റെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വേർഷനാണ്. അനശ്വരയും ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റോളാണ്. നല്ല രസമുണ്ട്. അവർ രണ്ടുപേരാണ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് സിനിമയിൽ എനിക്ക് ഹൈലൈറ്റ് എലമെൻ്റ് അവർ രണ്ടുപേരാണ്. പേഴ്സണലി ആണെങ്കിൽ 8, 10 ഔട്ട് ഓഫ് 10 8. പുണ്യാണ് സൂപ്പർ ഹിറ്റ് ആവുന്ന പടം മോശമില്ല. ജനം കുറവാണ്. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ്. അപ്പോൾ അതിലിപ്പം പൈസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നടത്തുന്നൊരു പടമാണ്. അപ്പോൾ ഹിറ്റ് ആവുന്നൊരു പ്രതീക്ഷ കൊടുക്കുക. പക്ഷേ ജനങ്ങൾ കുറവാണ്. അപ്പോൾ ഞങ്ങൾ മോശമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും ജനങ്ങൾ കുറവായതുകൊണ്ട് ഈ പടത്തിൻ്റെ കാര്യത്തിൽ നാളെ പറയാനേ ഉള്ളൂ. ഓക്കെയാണ്. നല്ല മൂവിയായിരുന്നു. ലാഗൊന്നും അടുപ്പിച്ചില്ല. ഫീൽ ഗുഡ് മൂവിയായിരുന്നു. അടിപൊളിയായിരുന്നു. ഓരോ നിമിഷവും ത്രില്ല് അടുപ്പിച്ചുകൊണ്ടിരുന്നു. ഇഷ്ടപ്പെട്ടു. നൈസായിരുന്നു. കോമഡി ഉണ്ടായിരുന്നു. ലാഗൊന്നും അടുപ്പിച്ചില്ല. അഭിനയം എല്ലാവരും പേരറിഞ്ഞുകൂടാ നടൻ്റെ. പക്ഷേ പള്ളിയിലച്ഛൻ്റെയൊക്കെ നല്ല ഇതായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ ചിരിക്കാനുള്ളതുണ്ടായിരുന്നു. അവർ അഭിനയമൊക്കെ കിടുവായിരുന്നു. ഒരു പുണ്യാള മൂവി തന്നെയാണ്. ലാഗ് അടുപ്പിച്ചില്ല. ആദ്യം ഇടയ്ക്ക് ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ ആള് കുറവായിരുന്നു. പടം കിടുപടം. പുണ്യാളൻ അമിത പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് വന്നത്. പക്ഷേ ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് കാണാൻ, റിലാക്സ് ചെയ്ത് കാണാൻ പറ്റിയൊരു സിനിമയാണ്. ഒരു 2 മണിക്കൂറേ ഉള്ളൂ സിനിമയുടെ ദൈർഘ്യം. എന്നിരുന്നാൽ പോലും ജസ്റ്റ് കണ്ടിരിക്കാൻ പറ്റിയൊരു പടം തന്നെയാണ്. അഭിനയത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ അനശ്വരയുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാൻ രേഖാചിത്രം കണ്ടായിരുന്നു. അതിനെക്കാട്ടി എനിക്ക് ഇതിലാണെന്ന് തോന്നുന്നു ഇത്തിരി കൂടെ കിടിലായിട്ട് പെർഫോം ചെയ്തെന്ന് എനിക്കിപ്പോൾ തോന്നി കണ്ട പെർഫോമൻസ് വൈസ്. പിന്നെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം അനശ്വര ഇതിൽ നല്ല കിടിലമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ ഒരു കുറച്ച് നല്ല രീതിയിൽ വന്ന് തുടങ്ങിയപ്പം അർജുൻ അശോകൻ വന്നപ്പോൾ ഒന്ന് ട്രാക്ക് മാറി. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ തീർച്ചയായിട്ടും കുടുംബത്തിനൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് പുണ്യാളൻ എന്ന് പറയുന്ന സിനിമ. യെസ്, അതെ, പ്രേക്ഷകരെ സ്വന്തം പുണ്യാളൻ തന്നെയാണ്.